ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും, വിളിച്ചിട്ടില്ല. എന്റെ പൊന്നു ശാരിക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഞാൻ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളെ അല്ല. കോമാളിത്തരം കാണിക്കുന്നവരെയാണോ അതിനകത്ത് കയറുന്നത്? എനിക്കറിയത്തില്ല. ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നവരെ ഇതിനു മുമ്പ് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പൊക്കോ പൊക്കോ പൊക്കോ, ബിഗ് ബോസ് ചെന്ന് കയറിക്കൂടെ. ഇനി അടുത്തത് എന്റെ മുന്നേ ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ ഈ മുഖം, ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ മുഖം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നു. അയ്യോ ഈ മുഖം. ഈ ചേച്ചി പറഞ്ഞ ഉറപ്പാ. ഈ ചേച്ചി ഇങ്ങനെ മുൻകൂട്ടി പറയുന്ന പല ആളുകളും ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഇനി രേണുസുതിയുടെ ആരാധകർക്കും വളരെ സങ്കടം വരുന്നൊരു വാർത്ത പറയാൻ പോവാണ്. വല്ലാത്തൊരു പ്രശ്നം തന്നെ, വല്ലാത്ത ഇടങ്ങേറായിപ്പോയി. ധനാസിലേക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസുകൾ വന്നുകൊണ്ടിരുന്നാൽ ബിഗ് ബോസിലേക്കുള്ള മോഹം അങ്ങ് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് കുറച്ച് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് പറയുകയാണ്. ഞാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനെയുള്ള കേസിന് പോകല്ലേ. ഇങ്ങനെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇയാളുടെ ചിന്തകൾ കേട്ട് മുഴുവൻ ആളുകളും ഡാർക്ക് അടിച്ചു. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര ഫിലോസഫിയാണല്ലോ. ബിഗ് ബോസ് കാണുന്നവരെല്ലാം മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞോട്ടമാണെന്നാ പറയുന്നത്. അങ്ങനെ നമ്മളെ കുറെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെയും ഗബ്രി ചേട്ടന്റെ ഒക്കെ ഇല്ലേ, അത് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കത്തില്ല. അപ്പോൾ ബിഗ് ബോസ് കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ മലയാളികൾക്കെല്ലാം വലിയൊരു തിരിച്ചടിയായിപ്പോയി. അപ്പോൾ കട്ടം പൊക്കി നോക്കാനും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനും ആഗ്രഹമുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ അടുത്ത മാസം വരാൻ പോവാണ്. അപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്ന കുറച്ച് പേരുടെയൊക്കെ പേരുകളൊക്കെ നമ്മുടെ ചില ചാനലുകൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആരൊക്കെ വരും എന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പേ രണ്ടുപേർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ബിഗ് ബോസിലോട്ട് പോവുമോ, ബിഗ് ബോസ് വിളിച്ചോ, കൺഫേം ആയോ, ഇനി ബിഗ് ബോസ് വിളിച്ചിട്ട് ഓഡീഷനൊക്കെ നടത്തിയതിനു ശേഷം പറഞ്ഞു വിട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയുടെ രണ്ടുപേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഒന്ന്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ട് നിൽക്കുന്ന റീൽസുകളുടെ രാജകുമാരിയായ രേണുസുതി ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടോ, ബിഗ് ബോസിൽ പോവോ? രണ്ടാമതായിട്ട് പറയാൻ പോകുന്നതാണ് പുരോഗമന ചിന്തകളിലൂടെയും മനുഷ്യർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കാത്ത ചില ഉപരിവിപ്ലവ ചിന്തകളൊക്കെ ആയിട്ട് പല ഇന്റർവ്യൂകളിലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് വളരെയധികം പരിചയമായ മൈത്രേനാണ്. ഈ രണ്ടുപേര് ബിഗ് ബോസിലുണ്ടോ, ഇവർ പോകുന്നുണ്ടോ, എന്താണ് ഇവരുടെ അഭിപ്രായം? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്പർ 1 നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിലോട്ട് വിളിച്ചാൽ പോവോ? അത് നമുക്ക് ആദ്യം അറിയണ്ടേ. ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും, വിളിച്ചിട്ടില്ല. ബിഗ് ബോസ് ഇതുവരെ വിളിച്ചിട്ടില്ല, പക്ഷെ വിളിച്ചാൽ ഞാൻ പോകും. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആളാണോ ഈ രേണു ചേച്ചി? അതുകൂടെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കയറിക്കൂടാനുള്ള അതിന് വേണ്ടിയുള്ള കോമാളിത്തരങ്ങളാണ് രേണു ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു ശാരിക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഞാൻ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളെ അല്ലായിരുന്നു. ഷോർട്സ് കാണാറുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ് പരിപാടി. അതിന് വേണ്ടിയിട്ട് ഞാൻ കയറിക്കൂടെ. ഞാൻ എന്തിനാണ് കോമാളിത്തരം? അപ്പൊ കോമാളിത്തരം കാണിക്കുന്നവരെയാണോ അതിനകത്ത് കയറുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൊട്ടത്തെറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് കോമാളിത്തരം കാണിച്ചാൽ മതി? ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നവരെ ഇതിനു മുമ്പ് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പം രേണു ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും സാധാരണ ഇതിൽ നെഗറ്റീവ് കൂടുതൽ ഇങ്ങനെ മേടിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നെഗറ്റീവ് വന്ന് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബേസിക്കലി ബിഗ് ബോസ് ആണ് ലക്ഷ്യമിടുന്നതാണ് പറയാറ്. അങ്ങനെ രേണുസിന്റെ ഉള്ളിൽ അങ്ങനെ തിളയ്ക്കുന്നുണ്ടോ? ഒരു ലക്ഷ്യമില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയ പല ആളുകളും പറയുന്നുണ്ട്, കമന്റ് വിടുന്നുണ്ടായിരുന്നു. ഈ രേണുസുതി കാണിക്കുന്ന കോപ്രായങ്ങൾ, ഈ നെഗറ്റീവുകളും എല്ലാം എങ്ങനെയും ഒന്ന് ബിഗ് ബോസിൽ ഒന്ന് കയറി പറ്റാൻ വേണ്ടിയാണെന്ന് നമ്മുടെ മല്ലുസെല്ലാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് രേണു ചേച്ചി. പക്ഷെ രേണു ചേച്ചി പറയുന്നത് ഇതെന്റെ ലക്ഷ്യമല്ല. വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കാണിക്കുന്ന പരിപാടികളൊന്നും ബിഗ് ബോസിലേക്ക് പോകാനല്ല. പക്ഷെ ബിഗ് ബോസ് വിളിച്ചാൽ പോകും. നല്ല ആഗ്രഹം ഉണ്ടല്ലേ. പൊക്കോ ബിഗ് ബോസിൽ ചെന്ന് കയറിക്കൂടെ. അപ്പൊ നമ്മുടെ രേണു ചേച്ചിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കാണിക്കുന്നൊന്നും ബിഗ് ബോസിൽ കയറിക്കൂടാനല്ല. പക്ഷെ ബിഗ് ബോസ് വിളിച്ചാൽ ഉറപ്പായിട്ടും പോകും. അപ്പം ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണു ചേച്ചിയുടെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം. ബിനീഷ് ബാസ്റ്റിന്റെ പേരാണ് രണ്ടാമത് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയാൻ പോകുന്നത്. ബിനീഷ് ബാസ്റ്റിൻ. ഇനി അടുത്തത് എന്റെ മുന്നേ ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ ഈ മുഖം, ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ മുഖം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നു. അയ്യോ ഈ മുഖം, അതായത് ഭയങ്കരമായ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരാളാണ്, വൈറൽ താരമാണ്. ആരാണെന്ന് പറഞ്ഞേ, ആരാണ്? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ആരാണെന്ന്. ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് രേണുസുതി. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് കയറിക്കൂടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ രേണുസുതി. വരുന്നു രേണുസുതി. ഇതാണ് നമ്മുടെ രേണുസുതി. രേണുസുതിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയാൻ പോകുന്ന പേര് രേണുസുതിയാണ്. വൈറൽ താരമാണ്. പ്രത്യേകിച്ചും വൈറൽ റീൽസ് ഒക്കെ എടുത്ത് ആണ് കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് കിട്ടി, കോൺട്രോവേഴ്സി കിട്ടി, അങ്ങനെ സൈബർ അറ്റാക്ക് കിട്ടി. അതിനെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന വനിതയായിട്ടാണ് നമ്മുടെ രേണുസുതി. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പോരാട്ടത്തിന്റെ
ഒരേ ഒരു മുഖമായ രേണുസുതി ബിഗ് ബോസിലേക്ക് എന്ന് നമ്മുടെ പ്രമുഖ റിവ്യൂ ആയ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ ചേച്ചി പറഞ്ഞാൽ ഉറപ്പാ. ഈ ചേച്ചി ഇങ്ങനെ മുൻകൂട്ടി പറയുന്ന പല ആളുകളും ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും രേണുസുതി ബിഗ് ബോസിലേക്ക് എന്ന് നമ്മൾ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കരക്കമ്പികൾ നമ്മൾ കേട്ടിരുന്നു. രേണുസുതിയുടെ ഓഡിഷൻ കഴിഞ്ഞു, രേണുസുതി ബിഗ് ബോസിലുണ്ട്, ഉറപ്പിച്ചു എന്ന് പല ആളുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും രേണുസുതി ബിഗ് ബോസിലേക്ക് ഒന്ന് കയറി കൊടുക്കട്ടെ, നമുക്ക് കാണാമല്ലോ. ഇനി ഒരു പ്രശ്നമുണ്ടല്ലോ മക്കളെ. ഇനി രേണുസുതിക്കും രേണുസുതിയുടെ ആരാധകർക്കും വളരെ സങ്കടം വരുന്നൊരു വാർത്ത പറയാൻ പോവാണ്. വല്ലാത്തൊരു പ്രശ്നം തന്നെ, വല്ലാത്ത ഇടങ്ങേറായിപ്പോയി. അപ്പൊ എന്താണ് ആ പ്രശ്നം, എന്താണ് ആ ഇടങ്ങേറെന്ന് നമ്മുടെ രാജ്യടോക്കിലെ രാജേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ അതെന്താ നമുക്കൊന്ന് നോക്കാം അല്ലേ. റെനാസുനെതിരെ ഇപ്പോ ചറപറ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ചറപറ കേസുകൾ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചറപറ ഇങ്ങനെ കേസുകൾ റെനാസുനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസുകൾ വന്നുകൊണ്ടിരുന്നാൽ ബിഗ് ബോസിലേക്കുള്ള മോഹം അങ്ങ് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് കുറച്ച് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് പറയുകയാണ്, കൂടുതൽ കേസുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ അങ്ങോട്ടത്തേക്ക് വിളിക്കത്തില്ല. അയ്യോടാ, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ? ഈ കേസൊക്കെ വന്നാൽ ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റത്തില്ലേ? പ്രശ്നമായോ? നമ്മുടെ രേണു പെട്ടെന്ന് തോന്നുന്നു. കിട്ടിയൊരു അവസരം തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ, ഇതുപോലുള്ള കേസുകൾ വന്ന് തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. താങ്കൾ തന്നെയാണ് പറഞ്ഞത്, എനിക്കെതിരെ എന്തു പറഞ്ഞാലും എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് ഞാൻ ഒരു തരി പിന്നോട്ടില്ല, ഞാൻ റെനാസുനെ എന്നാണ്, ഞാൻ വേറെയാണ്, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കരച്ചിലായി ബഹളമായി അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കുടുംബത്തിനെതിരെ കയറി കളിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്നു. അതായത് അതുലിനെതിരായിട്ട് എന്ത് ചെയ്തു, അതിൽ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ ബിഗ് ബോസ് നമ്മുടെ രേണു ചേച്ചി കാണാൻ കാത്തിരുന്നതാണ്. ഇനി നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിൽ കാണാൻ പറ്റുമാവോ? ഞാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനെയുള്ള കേസിന് പോകല്ലേ. ഈ അതുലിനെതിരെയും അവർക്കെതിരെയൊക്കെ എന്തിനാണ് കേസിന് പോകുന്നത്? നമുക്ക് നല്ലൊരു കരിയർ ഇല്ലേ, അത് നോക്കിയാൽ പോരായിരുന്നോ? അതിന്റെ പിന്നാലെ പോയാൽ പോരായിരുന്നു. ഈ കേസും വഴക്കും കൂട്ടും ഇതേണ്ട ബിഗ് ബോസും ദുദാഹവാ. എന്താ ചെയ്യുക? ഇനി രണ്ടാമത് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞായിരുന്നു, നമ്മുടെ മൈത്രേന്റെ കാര്യം. ഇങ്ങനെങ്ങാനും ഇനി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ നോക്കാം. ആ ഇങ്ങനെങ്ങാനും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇയാളുടെ ചിന്തകൾ കേട്ട് മുഴുവൻ ആളുകളും ഡാർക്ക് അടിച്ചു. ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകത്തില്ല. ഞാൻ ഒരിക്കലും പോകത്തില്ല. അപ്പം നമ്മുടെ മൈത്രേനെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു, പക്ഷെ പോയില്ലെന്നാണ് അങ്ങേര് പറയുന്നത്. ഞാൻ എന്തിനാണ് അതിനകത്ത് പോകുന്നത്? ബോസ് ചെയ്യുന്നവരുടെ ലോകമാണ്. എന്തിനാണ് പോകുന്നത്? അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബാക്കി പറ. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണം തോന്നുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളല്ല. ഇങ്ങനെ ഭയങ്കര ഫിലോസഫിയാണല്ലോ. ബിഗ് ബോസ് കാണുന്നവരെല്ലാം മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞോട്ടമാണെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രമേയം അങ്ങനെ ഉണ്ടായിരുന്നു, 24 hours വാച്ചിങ് യു. 24 മണിക്കൂർ ഞങ്ങളുടെ 2 കണ്ണുകളും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ മുറിക്കാത്തെല്ലാം. അങ്ങനെ നമ്മൾ കുറെ കാഴ്ചകളൊക്കെ കണ്ട്, നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെയും ഗബ്രി ചേട്ടന്റെ ഒക്കെ ഇല്ലേ. ഇത്തവണ അങ്ങനെ വല്ലതും കാണാൻ പറ്റുമോ? എനിക്ക് കഥ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കത്തില്ല. കട്ടം പൊക്കി നോക്കുന്ന ആളല്ല. അങ്ങനെയുള്ളവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിലുള്ളവരല്ല, ബിഗ് ബോസിൽ ആരും ഉണ്ടെങ്കിലും അവരുടെ പ്രൈവറ്റ് ലൈഫ് കാണാൻ കൊതിയുള്ള ആളുകളായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ മലയാളികൾക്കെല്ലാം വലിയൊരു തിരിച്ചടിയായിപ്പോയി. മറ്റുള്ളവരുടെ കട്ടം പൊക്കി നോക്കുന്ന ആളുകളാണ് ബിഗ് ബോസ് കാണുന്നത്. ഇനി എങ്ങനെ കാണുമോ? ബിഗ് ബോസ് ഒക്കെ കാണണമെന്ന് വിചാരിച്ച് കാത്തിരുന്നതാ, എല്ലാം നശിപ്പിച്ച്. അങ്ങനെ ഒരു ഷോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. കാരണം അത് എനിക്ക് അങ്ങനത്തെ അറിയേണ്ട ആവശ്യമേ ഇല്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കൊച്ചു ലോകങ്ങളെ പറ്റി, അവരുടെ സ്വകാര്യതകളെ ഇതിനകത്ത് ക്യൂറിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനത്തെ ഇത് കാണുകയില്ല. ഞാൻ അതിനകത്ത് അതുകൊണ്ടാണ് അവർ വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതെൻ്റെ ലോകമല്ല. അതൊക്കെ ഒരു രസമല്ല എൻ്റെ മൈത്രേ സാറേ. മറ്റുള്ളവരുടെ കാര്യമൊക്കെ അറിയാന്ന് പറഞ്ഞൊരു സുഖമുള്ള ഏർപ്പാടല്ലേ. അപ്പോൾ എന്തായാലും മൈത്രേനെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു ഓഡീഷന് അങ്ങേര് പോയില്ലെന്നാണ് പറയുന്നത്. കാരണം അങ്ങേർക്ക് ഇത് ഇഷ്ടമല്ല, ഈ ഒരു സംഭവം അങ്ങയുടെ ലോകമല്ലെന്നാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ പരിപാടികളൊന്നും നടക്കത്തില്ല. ചിലപ്പോൾ പിള്ളേരെടുത്ത് തേച്ചാലോ, ഇപ്പോൾ ഉള്ളവരോട് പോയാലോ, ചിലപ്പോൾ അങ്ങനെ ആവാൻ കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോകുന്നു. ഓഗസ്റ്റ് മാസം ഏതാണ്ട് പകുതിയോട് ബിഗ് ബോസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രേണുസുതിയുടെ അവസ്ഥയൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ രേണുസുതിക്ക് ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകുന്നൊന്നും തെറ്റല്ലേ. ആളുകൾക്ക് ഫെയിം ആവാൻ ബിഗ് ബോസ് ഒക്കെ നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനി രേണുസുതിയോട് പറയാനുള്ളത്, ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഡീഷൻ കഴിഞ്ഞു, വിളിച്ചു, കൺഫേം ആയെന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് ഉറപ്പായെങ്കിൽ ഇനി കുറച്ച് കോൺട്രവേഴ്സിയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. ഈ കേസും കൂട്ടമൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ 100 ദിവസമുണ്ട്. ഈ 100 ദിവസം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി നടക്കൂല. നമ്മുടെ മൈത്രേന്റെ കാര്യം പറയണ്ട, അങ്ങേര് വേറെ ലെവല. അങ്ങേർക്ക് ഈ ബിഗ് ബോസ് ഒന്നും
അപ്പോൾ കട്ടം പൊക്കി നോക്കാനും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനും ആഗ്രഹമുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.